തൗഫീഖ്, മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യവസായിയുടെ കണക്ഷനും 500 കോടിയുടെ ഡീലും SIT അന്വേഷണ വിധേയമാക്കുന്നത്. ഹിയർസേയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല ചെന്നിത്തല, സോഴ്സ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, സ്വർണ്ണ കവർച്ചയിലെ ഉന്നത ബന്ധത്തെപ്പറ്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരാമർശിച്ചിട്ടുമുണ്ട്. പോറ്റിയെ കൊണ്ട് കൂടിയാൽ കൂടുന്നതല്ല, പോറ്റി ഒരു കണ്ണി മാത്രമാണ്. പണമിറക്കിയതും കളിച്ചതും എനിക്കോ നിങ്ങൾക്കോ അറിയാത്ത കോടീശ്വരനാവാം. അയാൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ കാണാമറയത്തുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും അജ്ഞാത കേന്ദ്രത്തിൽ മറിഞ്ഞിരിക്കുകയാവും. SIT ഓടിക്കിതക്കുകയാണോ തൗഫീഖ്? അനിൽ നമ്പ്യാർ, ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. കേരളത്തിലെ ആലിബാബയായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായ 20 മന്ത്രിമാരും ചേർന്ന് എങ്ങനെയെങ്കിലും കേരളത്തെ ഭരിച്ചു മുടിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു കഴിഞ്ഞ 9.5 വർഷക്കാലമായി പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പൊ ഈ ശബരിമലയിലെ വലിയ രീതിയിലുള്ള സ്വർണ്ണക്കൊള്ള അടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളും പീഠകളും അടക്കം കോടികളുടെ ലാഭത്തിന് വിറ്റ് തുലച്ച് കാട്ടുകള്ളന്മാരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം, ആ സമീപനത്തിൽ നിന്ന് ഇതുവരെ പിന്മാറാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഈ ഘട്ടങ്ങളിൽ കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് ഒരു റിലയബിൾ സോഴ്സിൽ നിന്ന് ഒരു ലീഡ്, ഒരു പ്രധാനപ്പെട്ട വ്യവസായിയിൽ നിന്ന്, വിദേശ വ്യവസായിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ലീഡ് ലഭിച്ചപ്പോ അദ്ദേഹം അത് പ്രസ്തുത അന്വേഷണ ഏജൻസിയായ SIT ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ SIT ഇത്തരത്തിലുള്ള അന്വേഷണം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ ശ്രീ അനിൽ നമ്പ്യാർ അറിയാം, ശ്രീ രമേശ് ചെന്നിത്തലയിൽ നിന്ന് ഈ മൊഴി എടുക്കാൻ തന്നെ 6 ദിവസം താമസമെടുത്തു. ശ്രീ രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തോട് വളരെ കൃത്യമായി പറഞ്ഞിട്ട് പോലും ആ അന്വേഷണ സംഘം രമേശ് ചെന്നിത്തലയിൽ നിന്ന് മൊഴിയെടുക്കാൻ 6 ദിവസം വേണ്ടി വന്നു. പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ഇവരുടെ മുൻപ് ശ്രീ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് അടക്കം സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 2 പ്രധാനപ്പെട്ട IPS ഉദ്യോഗസ്ഥർ, ആ IPS ഉദ്യോഗസ്ഥർ ഈ അന്വേഷണത്തിൽ വഴിതെറ്റിക്കാൻ വേണ്ടി ഇല്ലീഗലായ തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചത് തന്നെയാണ് ഞാനും അടിവരയിരുന്നു. ഇതിനപ്പുറത്തേക്ക് ഇവരിപ്പോ ശ്രമിക്കുന്നത് എന്താ? ശ്രീ അനിൽ നമ്പ്യാർ, അങ്ങടക്കം ഇന്ന് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ചില CPM മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് സംസാരിച്ചിട്ടില്ല, മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് യാതൊരു വിധത്തിലും മിണ്ടിയിട്ടില്ല, ഉരിയാടിയിട്ടില്ല എന്നൊക്കെ തരത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില CPM മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ വെള്ള ഊശാൻ വൈറ്റ് വാഷ് അടിക്കാൻ വല്ലാത്ത രീതിയിൽ ശ്രമം നടക്കുന്നതായി ശ്രീ അനിൽ നമ്പ്യാരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിലൊന്ന് 2 ഫാക്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇവിടെ ബഹുമാനപ്പെട്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്തു പറഞ്ഞാലും അദ്ദേഹത്തിന് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അദ്ദേഹത്തിന് അതല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല, അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ കാലഘട്ടത്തിന്റെ പുരോഗതി കൊണ്ടാവാം CPM സംസ്ഥാന സെക്രട്ടറി അത്തരത്തിൽ AI കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. എങ്കിലും ഇവിടെ അനിൽ നമ്പ്യാർ അറിയാമല്ലോ, ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്ന പാവം പിടിച്ച അയ്യപ്പ ഭക്തന്മാരെ കണ്ണിൽ പൊടിയിടാൻ കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ പറഞ്ഞു പറ്റിക്കാൻ ഒരു സംഗമം നടത്തി. ആ സംഗമത്തിൽ ഒഴിഞ്ഞ കസേര കണ്ടപ്പോ ബഹുമാനപ്പെട്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അതും AI ചിത്രമാണ് എന്നുള്ളതാണ്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുമായി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ നിൽക്കുന്ന ചിത്രം വന്നപ്പോ ബഹുമാനപ്പെട്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറി, ആ ബൈറ്റ് ജനൻ TVയുടെ ആർക്കീവിൽ ഉണ്ടാവും, ബഹുമാനപ്പെട്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്താ പറഞ്ഞത്? അത് അത്തരത്തിലൊരു ചിത്രമില്ല, അത് AI ചിത്രമാണ്. മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ലെന്നല്ല, കണ്ടിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് സത്യം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ അത് കണ്ണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ചിത്രം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രം, അദ്ദേഹത്തിന് കൈ കൊടുക്കുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഇനി അത് തൗഫീഖ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് നോക്കൂ, അത് വളരെ ലളിതമായിട്ടുള്ളൊരു ചടങ്ങാണ്. അതായത് ഒരു ആംബുലൻസിൻ്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങാണത്, അല്ലേ? താങ്കൾക്കറിയാലോ, മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കില്ല. അവിടെയാണ് അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം അനാവൃതമാവുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എന്തൊക്കെയോ ചില ഡീലുകളൊക്കെ ഉണ്ടായിരിക്കാം. അല്ല, ഒരു മിനിറ്റ്, അല്ല, എന്തൊക്കെയോ ഡീലുകൾ ഉണ്ടായിരിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ചടങ്ങിൽ പങ്കെടുത്തത്. അല്ല, ക്ഷമിക്കണം, പിണറായി വിജയൻ ആ ചടങ്ങിൽ പങ്കെടുത്തത്. കാരണം എന്തോ നോക്കൂ, ഒരു മിനിറ്റ്, ശ്രീ രവിശങ്കർ
എന്നോടുള്ള ചോദ്യമാണ്. അത്രയും ചോദിക്കട്ടെ. ഞാൻ പറയട്ടെ തൗഫീഖ്, അവിടെയാണ് സംശയം ബലപ്പെടുന്നത്. അതായത് ഒരു ആംബുലൻസ് ആണ് ഇപ്പോൾ ഒരു 10 ആംബുലൻസിന്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങാണെങ്കിൽ പിണറായി വിജയനും അതുപോലെ സംസ്ഥാന പോലീസ് മേധാവിയും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. 10 ആംബുലൻസ് കേരള പോലീസിന് കൈമാറുന്ന ചടങ്ങ് ഓക്കെ പോട്ടെ. ഇത് ഒരു ആംബുലൻസിന്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പോലീസ് മേധാവിയും അതുപോലെ പോലീസിലെ ഉന്നതരും ആ ചടങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ അവിടെ ഇവർ തമ്മിലുള്ള ബന്ധം സുദൃഢമാണ് എന്ന് തന്നെയാണ് ആ ചിത്രങ്ങൾ, ആ ദൃശ്യങ്ങൾ വിളിച്ച് പറയുന്നത്. ഒരു സംശയവുമില്ല. തൗഫീഖ് പറയട്ടെ, തൗഫീഖിന്റെ ഗുണമാണ്. എന്നോടുള്ള സമയമാണ് ചോദ്യത്തെ അനിൽ നമ്പ്യാരുടെ ചോദ്യത്തിന് മുന്നിൽ ബഹുമാനപ്പെട്ട CPM പ്രതിനിധി ചിരിച്ചു തള്ളുമ്പോ ശ്രീ അനിൽ നമ്പ്യാറിന് അറിയാമല്ലോ, സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, അത് ക്ലിഫ് ഹൗസിലാകട്ടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് നടയിലെ ഓഫീസിലാകട്ടെ, അതിലേക്കൊന്ന് കടന്നു ചെല്ലാൻ, ഒന്ന് ദർശനം കിട്ടാൻ കേരളത്തിലെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വോട്ടർക്ക്, ഒരു സമ്മതിദായകന് എത്രത്തോളം പാടുണ്ടെന്ന് അറിയാം. ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് എടുത്തത് ലോക്കൽ കമ്മിറ്റിക്ക് കൊടുക്കണം, ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് അത് ഏരിയ കമ്മിറ്റിയിൽ എത്തണം, ഏരിയ കമ്മിറ്റിയിൽ നിന്ന് അത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ എത്തണം, ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തണം. ഇത്രയും അനുമതി കിട്ടിയാലേ ആ മുഖ്യമന്ത്രിയുടെ ഒരു ദർശനം പ്രജകളായ ഒരു സാധാരണക്കാരന് ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുള്ളൂ. ഇവിടെ വളരെ നിസ്സാരക്കാരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പം, അതും കേരളത്തിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി വളരെയധികം ചിരിച്ച് കളിച്ച് സംസാരിച്ച് കൈ കൊടുത്ത് അടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു വെക്കുമ്പോഴാണ് ഇവർ തമ്മിലുള്ള അന്തർധാര അത് എത്രത്തോളം സജീവമാണെന്ന് മനസ്സിലാവുന്നത്. ശ്രീ അനിൽ നമ്പ്യാർ ഇത് പറഞ്ഞു വെക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങയോട് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ മുഖ്യമന്ത്രി വല്ലാത്ത രീതിയിൽ കഴിഞ്ഞ ദിവസമൊക്കെ അസ്വസ്ഥനാവുന്ന CPM പ്രതികൾ അസ്വസ്ഥനാവുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ, മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടില്ല എന്നിനി ഏതായാലും CPM നേതാക്കൾക്ക് പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട AICPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ആ വാക്കുകൾ ഇനി ആവർത്തിക്കാൻ കഴിയില്ല. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചിത്രം, അത് മുഖ്യമന്ത്രി ഓഫീസ് തന്നെയാണ് ഇന്ന് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത്. മുഖ്യമന്ത്രി ഇതിൽ കള്ളനാണ്, ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ സ്വർണ്ണം കട്ടു എന്ന് ഒരു കോൺഗ്രസ് പ്രതിനിധിയും ഇല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവും കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൽ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താണ് കേരളത്തിലെ പൊതുസമൂഹം പറഞ്ഞു വെക്കുന്നത്? ഇവിടെ മുൻപ് സംസാരിച്ച എല്ലാവരും അത് തന്നെയാണ് ആവർത്തിച്ചത്. കേരളത്തിലെ പൊതുസമൂഹം പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ളക്കാരായിട്ടുള്ള അമ്പലക്കള്ളന്മാർക്ക്, ഈ സ്വർണ്ണക്കൊള്ളക്കാരായിട്ടുള്ള അമ്പലക്കള്ളന്മാർക്ക് ഇല്ലീഗൽ പ്രൊട്ടക്ഷൻ ഒരുക്കാൻ ഈ CPM പാർട്ടിയും CPM നേതൃത്വവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എവിടെയാണ് ആരോപണം ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ഇവിടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇവരെ സംരക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പാർട്ടി കാര്യങ്ങളിൽ ഇദ്ദേഹം ഇടപെടില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും വളരെ കൃത്യമായി മനസ്സിലാകുന്ന ശ്രീ അനിൽ നമ്പ്യാർ, CPMന്റെ ഭാഗത്ത് നിന്ന് AKG സെക്രട്ടറിയിൽ നിന്ന് ഒരു പേപ്പർ, ഒരു ഒപ്പിടണമെങ്കിൽ പോലും അത് വളരെ കൃത്യമായി മുഖ്യമന്ത്രി അറിയാതെ ഒരു ചലനവും AKG സെന്ററിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് വല്ലാത്ത ഭയം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതെ, ബഹുമാനപ്പെട്ട ശ്രീ വാസുവിനെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ബഹുമാനപ്പെട്ട ശ്രീ രവിശങ്കർ പറഞ്ഞു, അദ്ദേഹം ബഹുമാനപ്പെട്ട എന്റെയും ജില്ലക്കാരൻ കൂടിയാണ് ശ്രീ പത്മകുമാർ. അദ്ദേഹം കോന്നിയുടെ 991 പിൽക്കാലത്ത് CPMന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയി ഇപ്പൊ അഴിക്കുള്ളിലാണ്. ആ അഴിക്കുള്ളിലായ പത്മകുമാറിനെ അവർക്ക് സംഘടനാ തലത്തിലുള്ള ഒരു നടപടി എടുക്കണമെങ്കിൽ അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കണം. കോടതി ശിക്ഷിച്ചാൽ മാത്രമേ ഇവർക്ക് ആ നടപടി, സംഘടനാ തലത്തിലുള്ള നടപടിക്ക് അവരുടെ പാർട്ടി സെക്രട്ടറിയുടെ പേന ചലിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത് കോൺഗ്രസ് പ്രതിനിധി ആയിരുന്നെങ്കിൽ, ഏതെങ്കിലും കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് പ്രതിനിധി ആയിരുന്നെങ്കിൽ ഇവർ ഇപ്പൊ എന്തൊക്കെ അഭ്യാസങ്ങളാണ് കാട്ടിക്കൂട്ടുക എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക. ഇതിനപ്പുറത്തേക്ക് ഈ അന്നമ്പ്യ ഒരു പരിപാടി, അതായത് ഈ കള്ളൻ എന്ന് വിളിക്കുമ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തിരിഞ്ഞു നിന്ന് തലയിൽ തപ്പി നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. തലയിൽ തപ്പി നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ഞങ്ങളുടെ ആരുടെയും കുഴപ്പമല്ല ശ്രീ അനിൽ നമ്പ്യാർ. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായത് കൊണ്ടാവാം ശ്രീ മുഖ്യമന്ത്രിക്ക് അത്തരത്തിൽ ചിന്തിക്കേണ്ട, ഇല്ലെങ്കിൽ കള്ളൻ എന്ന് വിളിക്കുമ്പോ മുഖ്യമന്ത്രിക്ക് തിരിഞ്ഞു നോക്കി തലയിൽ തപ്പി നോക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി കാര്യത്തിൽ ബോധ്യമുണ്ട് ശ്രീ അനിൽ നമ്പ്യാർ. ഇവരെ വളരെ കൃത്യമായി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി എത്രയൊക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ പത്മകുമാറിനെ, N വാസുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്.
ഇവിടെ വളരെ കൃത്യമാണ്. എന്താണ് ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ മുരാരി ബാബു മുതൽ സുധീഷ് കുമാർ മുതൽ എൻ വാസു മുതൽ പത്മകുമാർ അടക്കമുള്ള ആളുകൾ പിൽക്കാലത്ത് സ്മാർട്ട് ക്രിയേഷന്റെ ആളുകൾ അടക്കമുള്ള ആളുകളുണ്ട്. ഇതിൽ പത്മകുമാറും വാസുവും ഇനി CPM-ഉമായിട്ട് യാതൊരു ബന്ധമേ ഇല്ല എന്ന് പറഞ്ഞു വെച്ചാൽ ഇത് പരിപൂർണമായതിൽ ഇത് പൂർണ്ണതയിലേക്ക് എത്തും നമ്മൾ വിചാരിക്കാം. അതിനപ്പുറത്തേക്ക് വളരെ കൃത്യമാണ്. ഇപ്പോ ഈ പത്മകുമാറിനെതിരെ വളരെ സിമ്പിൾ ആണ്. ശ്രീ CK രവിശങ്കർ അങ്ങ് ഇവിടെ ചോദിച്ചു, അങ്ങ് അല്പം മുമ്പ് ചോദിച്ചു, ഇവിടെ പത്മകുമാറിനെതിരെ നടപടി എടുക്കുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഞങ്ങൾക്കറിയില്ല. അത് വ്യക്തമാക്കേണ്ട പാർട്ടി നേതൃത്വമാണ്. എന്തുകൊണ്ടാണ് പാർട്ടി നേതൃത്വത്തിന് ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളോട് ധൈര്യപൂർവ്വം AKG സെന്ററിലെ മീഡിയ റൂമിൽ വന്നിരുന്ന പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദനെ ഒന്ന് ധൈര്യപൂർവ്വം ഒന്ന് പറഞ്ഞൂടെ? എന്താണ് പറയാത്തത്? പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റി അംഗ സ്ഥാനത്ത് നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്ന് പോലും പറയാൻ നിങ്ങൾക്ക് ആർജവമില്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വല്ലാത്ത രീതിയിൽ ഇടപെടുന്നു എന്ന് അവിടെ പറഞ്ഞു വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇനി ഇതും ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ താല്പര്യം മൂലമാണ് ഇത് നടപടി എടുക്കാത്തതെന്ന് അങ്ങ് പറഞ്ഞു വെക്കരുത്. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അത് എൻ വാസുവിനെ ആകട്ടെ ഈ പത്മകുമാറിനെ ആകട്ടെ വളരെ കൃത്യമായി ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അനിൽ നമ്പ്യാരെന്ന് അറിയാമല്ലോ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ഇവിടെ ബഹുമാനപ്പെട്ട കോടതിയുടെ അന്വേഷണം പോലും അല്ലെങ്കിൽ കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് പോലും ശരിയല്ല എന്നാണ് അല്പം മുമ്പ് CPM പ്രതിനിധി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അപ്പോ സ്വാഭാവികം എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, ഹൈക്കോടതിയുടെ ഡിവിഷൻ ദേവസ്വം ബെഞ്ച് അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ബെഞ്ച് എന്താ പറഞ്ഞത്? ഇവിടെ വളരെ കൃത്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല. അത് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പരാതിയും. ശ്രീ നമ്പ്യാർ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനൊക്കെ എവിടെ നിന്നാണ് ധൈര്യം വന്നത്? അതിനൊക്കെ എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല? ഇവിടെ ഡി മണിയെ കുറിച്ച് അടക്കം ചോദ്യം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു ശ്രീ നമ്പ്യാർ, എന്തുകൊണ്ട് ഈ CPM പ്രതികളിലേക്ക് ഇത്തരത്തിൽ CPM-ന്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ അറസ്റ്റിലായി? സ്വാഭാവികമായിട്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഇല്ലാതെ ഏതായാലും പത്മകുമാറും ഇല്ലെങ്കിൽ എൻ വാസും ഇടപെട്ടു എന്നുണ്ടെങ്കിൽ അനിൽ നമ്പ്യാർ എന്നെ ഇവർ നടപടി സ്വീകരിച്ചേനെ. ഇവർ ഈ നടപടി സ്വീകരിക്കാതെ വൈകിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ട് പത്മകുമാർ ജയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടി പുറത്തു വന്ന ആദ്യത്തെ വെടി പൊട്ടിക്കുന്നത് ഈ അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന ഈ കടകംപള്ളി സുരേന്ദ്രനെതിരെയായിരിക്കും. ചിത്രം ഉണ്ടാവും. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ രവിശങ്കർ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശ്രീ രവിശങ്കർ അങ്ങ് പറഞ്ഞു ഇവിടെ പ്രതിപക്ഷ നേതാവിനെതിരെ എന്തൊക്കെയാണ് പറഞ്ഞു എന്നുള്ളത്. എന്റെ സംശയമാണ് അങ്ങ് സംസാരിച്ച ഘട്ടത്തിൽ ഞാൻ അസ്വസ്ഥനായില്ല. ജയിലിൽ കിടക്കുമ്പോ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സഖാവേ. ജയിലിൽ കിടക്കുമ്പോ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് വരുമ്പോ വെടിപൊട്ടിക്കും അദ്ദേഹം. മാത്രമല്ല പത്മകുമാറിനെ കഴിഞ്ഞ ദിവസം കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ മതി താങ്കൾ. ചില കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. യെസ് തൗഫീഖ് ഞാൻ വരാം. അതായത് അദ്ദേഹം കേട്ടതിന്റെ കുഴപ്പമായിരിക്കും. ഞാൻ ജയിലിൽ കിടന്ന് വെടിപൊട്ടിക്കാണെന്നല്ല പറഞ്ഞത്. ജയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടി പുറത്തു വന്നാൽ അദ്ദേഹം വെടിപൊട്ടിക്കുന്ന ആദ്യം ഈ കടകംപള്ളി സുരേന്ദ്രനെതിരെ ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ശ്രീ രവിശങ്കർ പറഞ്ഞു ഇവിടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഏതാണ്ട് വല്ലാത്ത രീതിയിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ളത്. അനിൽ നമ്പ്യാരെന്ന് അറിയാമല്ലോ, ആ വക്കീൽ നോട്ടീസിൽ 1 കോടി രൂപ എങ്ങാണ്ടാണ് ചോദിച്ചത്. അത് കോടതിയിൽ എത്തിയപ്പോൾ 10 ലക്ഷമായി. ഒരു സംശയം വേണ്ട, അത് നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവും തയ്യാറാണ്. അത്തരത്തിലൊന്നും പേടിപ്പിക്കാനും ഭയപ്പെടുത്താനും തയ്യാറല്ല. ഇവിടെ ഈ കടകംപള്ളി സുരേന്ദ്രനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി അതും കൂടി പറയാനുള്ള സാധ്യത ഉണ്ട്. പറഞ്ഞു വിട്ടാൽ അത് സമ്പൂർണ്ണമായി